ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഒരു മുട്ട കൂടി ഉടച്ചൊഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മൈദ എടുത്തതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം. ഇനി നല്ലോണം അടിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു തവ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വന്നാൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ട് ഇത്രയും മതി. ഇനി നേരത്തെ മാവിൽ നിന്ന് ഓരോരോ കയ്യിൽ മാവെടുത്തിട്ട് നേരിങ്ങനെ ഇതുപോലെ പരത്തി കൊടുക്കണം. 2 ഭാഗവും ചെറിയ രീതിയിൽ വേവായി വന്നാൽ തന്നെ നമുക്കിത് എടുത്ത് മാറ്റണം. ലോ ഫ്ലെയിമിൽ തന്നെ ദോശ ചുട്ടെടുക്കാൻ നോക്കണം. ഓരോ ദോശയായി എടുത്തിട്ട് ഓരോരോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പണ്ടം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോളാക്കി എടുക്കണം. ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദോശ നന്നായി ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പഴയ കാലത്ത് ഇതൊക്കെയാണ് നോമ്പിൻ്റെ സ്നാക്സ്.